അതിർത്തി കാക്കാൻ ആധുനിക അപ്പാച്ചെ ഹെലികോപ്റ്ററുകളെത്തി. US നിർമ്മിത ഹെലികോപ്റ്ററുകളുടെ അവസാന ബാച്ചാണ് ഇന്ത്യയിലെത്തിയത്. ഗാസിയാബാദിലെ ഹിൻഡോൺ എയർബേസിലാണ് അവസാന ബാച്ചിലെ 3 ഹെലികോപ്റ്റർ കൂടി എത്തിയത്. പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിലാണ് ഇന്ത്യ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വിന്യസിക്കുന്നത്. 2020 US-മായി $600 മില്യൺ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത്. കരാറിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം മെയ്-ജൂൺ മാസത്തോടെ 6 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്ക് US കൈമാറണമായിരുന്നു. ചില സാങ്കേതിക തടസ്സങ്ങളെ തുടർന്നാണ് ഇത് വൈകിയത്. ആദ്യ ബാച്ചിലെ 3 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ 2025 ജൂലൈയിൽ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ രാജസ്ഥാനിലെ ജോധ്പൂരിലുള്ള 481 ആർമി ഏവിയേഷൻ സ്ക്വാഡ്രണിലേക്കുള്ള മുഴുവൻ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും എത്തി. കരസേനയുടെ ശക്തി കൂട്ടുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ത്യ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വാങ്ങിയത്. കരസേനയുടെ ഭാഗമായ ആർമി ഏവിയേഷൻ കോർപ്സിന് വേണ്ടിയാണ് ഹെലികോപ്റ്ററുകൾ വാങ്ങിയത്. 2024 മാർച്ചിൽ തന്നെ ആർമി ഏവിയേഷൻ കോർപ്സ് ജോധ്പൂരിൽ അപ്പാച്ചെയുടെ സ്ക്വാഡ്രൺ ആരംഭിച്ചിരുന്നു. എന്നാൽ ഹെലികോപ്റ്ററുകൾ എത്താൻ വൈകുകയായിരുന്നു. 3 ബാച്ചുകളായി 6 ഹെലികോപ്റ്ററുകൾ 2024 മെയ്-ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിൽ എത്തുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. അമേരിക്കയുടെ ഭാഗത്തുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് വിതരണത്തിന് കാലതാമസം ഉണ്ടാക്കിയത്. കരയാക്രമണം നടത്തുമ്പോൾ സേനയ്ക്ക് ആകാശത്തു നിന്ന് പിന്തുണ നൽകുക എന്നതാണ് ആർമി ഏവിയേഷൻ കോർപ്സിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനം. അതിർത്തി നിരീക്ഷണം, സൈനിക നീക്കം എന്നിവയിൽ സൈന്യത്തിൻ്റെ സുപ്രധാന ഭാഗമാണിവർ. പടിഞ്ഞാറൻ അതിർത്തിയിലെ സൈനിക നീക്കങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നവയാണ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ. പോരാട്ടത്തിലെ ചടുലത, ലക്ഷ്യം കാണാനുള്ള കഴിവുകൾ എന്നിവയാണ് ഇവയുടെ പ്രത്യേകത. ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ അറ്റാക്ക് ഹെലികോപ്റ്ററാണ് AH-64E അപ്പാച്ചെ. സംഘർഷ മേഖലയിൽ അതിശക്തമായ ആക്രമണം നടത്താൻ ഇവ പര്യാപ്തമാണ്. നിലവിൽ US, UK, ഇസ്രായേൽ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ ആയുധപ്പുരകളിലാണ് AH-64E അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുള്ളത്. ഇന്ത്യൻ വ്യോമസേന നിലവിൽ 22 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. 2015 ഉൾപ്പെട്ട കരാർ പ്രകാരമാണ് ഇവ വാങ്ങിയത്. പ്രതിരോധ നിർമ്മാണ മേഖലയിലെ അമേരിക്കൻ ഭീമൻ ബോയിങ് ആണ് ഈ ഹെലികോപ്റ്ററുകളുടെ നിർമ്മാതാക്കൾ.